പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചിയിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. വിജയകുമാർ, നമ്മളെന്തായാലും പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ പോരാട്ടം നമ്മൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് വിചാരിച്ച് നമ്മൾ ഇനി ഇവന്റൊക്കെ നടത്തി അവസാനിപ്പിക്കുകയാണോ എന്നൊരു സംശയം തോന്നി. എന്തായാലും നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം, ഈ രാസലഹരി കേരളത്തിൽ വിറ്റഴിക്കുന്ന അവസാനത്തെ ആളും കേരളത്തിൽ ഇല്ലാതാകുന്നവരെ നമ്മൾ ഈ പോരാട്ടം തുടരും. ഇപ്പം നമ്മൾ ജയിലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ കാത്ത് ഇതിന്റെ ഡോക്ടർ ടോം ജോസഫ്, ഡയറക്ടർ ന്യൂ ഇനിഷ്യേറ്റീവ്സ് അല്ലേ. അതുപോലെ മാമിനെ നേരത്തെ അറിയാം, ജയലളിത വൈസ് ചാൻസലറാണ്. നേരത്തെ മാം കുസാറ്റിലായിരുന്നു വൈസ് ചാൻസലർ, അറിയാമല്ലേ വിജയ്. ഇത് വിജയകുമാർ എൻ്റെ കൃഷ്ണ പരിചയമുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ സന്തോഷം മാം, താങ്ക് യു. നമുക്ക് ഉള്ളിലേക്ക് പോയാലോ. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുന്ന ചോദ്യം വെച്ചാലേ, ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താ? ജെയിൻ യൂണിവേഴ്സിറ്റി നിട്ടാ പോരുന്നത്. ഡീം ടു ബി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റി കാറ്റഗറീസ് ഉണ്ട്. അതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിലുള്ളതാണ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി. കൽപ്പിത സർവകലാശാല എന്ന് മലയാളത്തിൽ പറയും. അപ്പം അങ്ങനെ ഒരു കാറ്റഗറി UGC ആക്ട് അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണിത്. ഇന്ത്യയിലെ ഒത്തിരി പ്രമുഖ യൂണിവേഴ്സിറ്റികൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ നമ്മുടെ മണിപ്പാൽ, VIT, ക്രൈസ്റ്റ്, ജെയിൻ, ഇതൊക്കെ നമ്മൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റി കാറ്റഗറി വരും. നമ്മൾ ഇവിടെ 1.5 ഏക്കർ ക്യാമ്പസാണ്. നമ്മളിപ്പോൾ ഒരു 5000 കുട്ടികൾക്കുള്ള ഫെസിലിറ്റി നമ്മളിവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മാമിനോട് ചോദിക്കാം, അക്കാഡമിക്കിൽ എത്ര കുട്ടികൾ ഇപ്പം 800+ ആണ്. ഒരു ബാച്ചിൽ 1000 ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമുക്ക് വേണ്ട, അത്രയുള്ള ഫെസിലിറ്റീസ് ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ കൂടുതൽ ബിൽഡ് ചെയ്യുമ്പം നമ്പർ ഇൻടേക്ക് കൂട്ടാമെന്നാണ് വിചാരിച്ചത്. കോഴ്സിലേക്കൊക്കെ നമ്മളിപ്പം കൂടുതലും നമ്മൾ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ്. പിന്നെ മറ്റേ മാനേജ്മെന്റ് ഉണ്ട്, അത് MBA ഉണ്ട്, BBA ഉണ്ട്. പിന്നെ സയൻസിൽ ഫോറൻസിക് സയൻസ്, ഡേറ്റ സയൻസ്, അങ്ങനെയുള്ള പുതിയ രീതിയിലുള്ള സയൻസിന്റെ ഇതാണ്. സാധാരണ ഇതിൽ നിന്ന് വിട്ടിട്ട്, കൺവെൻഷണൽ രീതിയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കോമേഴ്സ് ഉണ്ട്, ഒരു 32 പ്രോഗ്രാംസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റി വേറെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി നെറ്റ്വർക്കുമായിട്ട് ബന്ധങ്ങളുണ്ടോ? ഡിസൈൻ സ്കൂളുണ്ട്. വേറെ എന്തെങ്കിലും എന്താ സാറേ? ഓൺ ഡിഗ്രി അവാർഡിംഗ് പവർ ഉണ്ട്. നമുക്ക് തന്നെ ഡിഗ്രി അവാർഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് അല്ല. ആസ് എ ഇൻഡിപെൻഡന്റ് ഡിഗ്രി അവാർഡിംഗ് പവർ ഉള്ള ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നമുക്ക് 200ഓളം യൂണിവേഴ്സിറ്റികളുമായിട്ട് നമുക്ക് പല രീതിയിലുള്ള MOUs ഇൻ പ്ലേസ് ഉണ്ട്. ആർട്ടിക്കുലേഷൻ, ക്രെഡിറ്റ് എക്സ്ചേഞ്ച്, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, അതുപോലെ ജോയിന്റ് റിസർച്ച്, കോൺഫറൻസുകൾ ചെയ്യാനുള്ള പലതരത്തിലുള്ള MOUs ഇൻ പ്ലേസ് ആണ്. അപ്പം ഈ ഇത് സ്ഥാപിച്ച വർഷം എന്നായിരുന്നു? ജെയിൻ യൂണിവേഴ്സിറ്റി ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പാർട്ടാണ്. ജെയിൻ ഗ്രൂപ്പ് 30 years ആയിട്ട് എഡ്യൂക്കേഷനുള്ള ഗ്രൂപ്പാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമുക്കൊരു ഫസ്റ്റ് ഒരു ഇൻടേക്ക് ആയിട്ട് എടുക്കാൻ പറ്റിയത് കഴിഞ്ഞ വർഷം മാത്രമാണ്. നമുക്ക് കുറച്ച് കംപ്ലയൻസ് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. 2024 ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇൻടേക്ക്. പുതിയ ഇനിഷ്യേറ്റീവിനോട് എങ്ങനെയാണ് കേരളത്തിൽ ഉള്ള ഒരു സെക്ടറിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ഒക്കെ പുതിയ ഇനിഷ്യേറ്റീവ്സ് എളുപ്പം തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലും ഇരുന്നിട്ടുള്ളതുകൊണ്ട് അവിടെ കുറച്ച് ഇനേർഷ്യ കൂടുതലാണ്. ഏതെങ്കിലും ന്യൂ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ അവർ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് പുതിയ ഒരു ട്രെൻഡ് കൊണ്ടുവരാനും വളരെ എളുപ്പമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും, പിന്നെ അതിനു വേണ്ടി അത് സംശയത്തോടൊന്നും വീക്ഷിക്കുന്നില്ല. അതിന് സ്റ്റുഡൻസിന്റെ ബെനിഫിറ്റ് ആണെന്ന് കണ്ടിട്ട് അത് ഉടനെ തന്നെ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ക്യുസാറ്റിൽ നമ്മൾ ഒരുപാട് ശ്രമിച്ചാണ് ഓരോ ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നത്. ഇവിടെ വന്നപ്പം ടോമിന്റെ തലയിൽ ഏതൊക്കെയാണോ ഉദിക്കുന്നത് അത് അടുത്ത മിനിറ്റിൽ തന്നെ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഹീസ് വെരി ഫാസ്റ്റ്. മറ്റിടത്ത് എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് വേണമെന്ന് തോന്നിയിരുന്നു. ഇതിപ്പോൾ സ്പീഡ് വളരെ കൂടുതലാണ്. അറിഞ്ഞിരുന്നു. നമ്മള് അതിന്റെ ഒരു ചെറിയ കാര്യം ഞങ്ങൾ ചെയ്തു. അല്ല പറയണമല്ലോ, ഒരിടത്തും ഇല്ലാത്തതുപോലെ നമ്മൾ ആന്റി റാഗിങ്ങിന് നമ്മൾ ഡിക്ലറേഷൻ മേടിക്കും സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന്. അത് ഓൾറെഡി എല്ലാ പ്രൊഫഷണൽ കോളേജിലും ഉള്ളതാണ്. നമ്മളിവിടെ ഇപ്പം ആന്റി ഡ്രഗ്സിന്റെ ഒരു ഡിക്ലറേഷൻ മേടിക്കുകയാണ്. ഈ അഡ്മിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നമ്മൾ നടത്തി. അതിന്റെ കൂടെ ഇതും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനിയുള്ള അഡ്മിഷൻസിൽ അത് ചെയ്യും. ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോട് നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും 800 സ്റ്റുഡൻസിന്റെ ഒരു അക്കാദമിക് കാലാവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ മേൽക്കുമേൽ വളരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അല്ലേ. ടോം ജോസഫിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള ഐഡിയയ്ക്കും മാമിന്റെ ഐഡിയയ്ക്കും സന്തോഷം അല്ലേ. അപ്പോൾ നമ്മൾ കൃഷ്ണ നേരത്തെ ഒരു അധ്യാപിക കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണവും ദോഷമൊക്കെ ഉണ്ടാവും അല്ലേ. വിളിച്ചായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കൃഷ്ണ ഇരിക്കൂ. അപ്പോൾ കൃഷ്ണൻ എന്താ ചോദിക്കാൻ ഉള്ളത് ടോം ജോസഫിനോട്? അധികം വന്നത് സാധാരണ നമ്മുടെ ഒരു കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു സർവകലാശാലയുടെ അറ്റ്മോസ്ഫിയർ അല്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ വരുമ്പം ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് ആണെങ്കിലും ഇവിടുത്തെ ക്ലാസ് മുറിയിലെ ഫർണിച്ചർ ആണെങ്കിലും അതിന്റെ ഒരു കളർ പാറ്റേൺ ആണെങ്കിലും എല്ലാം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇഗ്നൈറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ മനസ്സിൽ ഏതെങ്കിലും തരത്തിലൊരു ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്നോ അല്ലെ ഹാർവാർഡിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്നോ ഒക്കെ ഭാവിയിൽ ആ രീതിയിൽ എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലോ. നമ്മുടെ ഈ ഫ്യൂച്ചർ കേരള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഉറപ്പായിട്ടും നമ്മളൊരു യൂണിവേഴ്സിറ്റിയെ നമ്മൾ കോപ്പി ചെയ്യുമല്ല, പക്ഷെ നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ബെസ്റ്റ് മോഡൽസ് നമ്മൾ പഠിക്കാനും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു കുട്ടികൾ ഇപ്പോൾ ജനറേഷൻ ഒത്തിരി മാറിക്കഴിഞ്ഞു. കാരണം കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ ഒരു കൺസ്യൂമറിന്റെ മൈൻഡ് സെറ്റായിട്ട് കുട്ടികൾ മാറി. കാരണം എന്താണ് വേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. അത് മേടിക്കാനും ചോദിക്കാനും ഒരു മടിയില്ല. അപ്പോൾ അതനുസരിച്ചൊരു മാറ്റം നമ്മൾ ക്ലാസ് റൂമുകളിലും നമ്മുടെ ഡെലിവറിയിലും നമ്മുടെ അപ്രോച്ചിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ദ വേ വി ഹാൻഡിൽ സ്റ്റുഡൻസ്, വി മാനേജ് ദ ക്യാമ്പസ്. ഐ തിങ്ക് ഇപ്പൊ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ ഈ ക്യാമ്പസിന്റെ ഒരു വൈബ്രൻസി എന്താണെന്ന്. കാരണം ആ ഒരു നമ്മൾ ബിലീവ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ആ എക്സ്പീരിയൻസ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മുടെ ഡെലിവറിയിലും നമ്മൾ ദ വേ വി അസസ് സ്റ്റുഡൻസ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് നമ്മുടെ ലോകത്തിലുള്ള പല മോഡലുകളും, അത് യൂണിവേഴ്സിറ്റി മോഡലുകൾ മാത്രമല്ല, നല്ല എന്റർപ്രൈസുകൾ നോക്കുന്നുണ്ട്, നല്ല ഓർഗനൈസേഷൻസ് നോക്കുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള പല പ്രൊജക്ട്സും നമ്മൾ നല്ല ലെസൺസ് നമ്മൾ അതിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചർ കേരള എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പൊ കേരളത്തിന്റെ ഒരു ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ ജെയിനിന്റെ ഒരു റോൾ എന്തായിരിക്കും? അല്ല, നമ്മുടെ ഒരു വിഷൻ ഭയങ്കര ഒരു അംബീഷ്യസ് ആയിട്ടുള്ള വിഷനാണ്. നമ്മൾ പറയുന്നത് 15 years ഡൗൺ ദ ലൈനിൽ ഹാഫ് ഓഫ് ദ ക്യാബിനറ്റ് ഷുഡ് കം ഫ്രം ദ ക്യാമ്പസ് എന്നാണ് നമ്മൾ വിഷൻ ചെയ്യുന്നത്. അത് ക്യാബിനറ്റ് മാത്രമല്ല, നമ്മൾ നല്ല യൂണിക്കോൺസ് ക്യാമ്പസിൽ നിന്ന് വരണം, നല്ല സ്റ്റാർട്ടപ്സുകൾ വരണം, അതുപോലെ നല്ല മ്യൂസീഷ്യൻസ്, അതുപോലെ നല്ല ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷന്റെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതലും എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഹെവി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ സ്കൂൾ മുതൽ ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, എല്ലാവരുടെയും റിക്വയർമെന്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. അതിന് പറ്റിയ ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു കലാലയമാകാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഞാൻ പറയുന്ന പോലെ നമ്മുടെ പോളിസി ലെവലിലും അല്ലെങ്കിൽ നമ്മുടെ ഭരണതലത്തിൽ മാത്രമല്ല ബിസിനസ്സിലും അതുപോലെ തന്നെ ആർട്സിലും സോഷ്യൽ സർവീസിലും എല്ലാം പറ്റിയ നല്ല അലുമിനൈസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. കൃഷ്ണ, നമുക്കൊരു കാര്യം ചെയ്യാലോ, കുറച്ച് പുറത്ത് നടന്ന് സംസാരിച്ചല്ലോ, കുറച്ചുകൂടി ക്യാമ്പസ് ഒന്ന് കാണുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ പരീക്ഷാ കൺട്രോളറെ പരിചയപ്പെട്ടു വന്നു. ഇങ്ങനെ ഫുൾ ടൈം ഞാൻ പിന്നെ ഡോക്ടർ മധുകുമാർ, കേരള യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറായിരുന്നു. 2019 കഴിഞ്ഞപ്പോഴേ മാഡം വിളിച്ചു, മാഡത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ഓക്കെ, ബാക്കി കെയർ ഓഫ് നമ്മൾ പറയുന്നില്ല. നമ്മളിനി ഒരു കുട്ടിയെ പുറത്ത് വിടത്തില്ല, എല്ലാരും ഇവിടെ തന്നെ. ഓസ്ട്രേലിയ, ലണ്ടൻ എല്ലാരെയും തിരിച്ചു വിളിക്കുക. ഇവിടുന്ന് 7 സ്റ്റേറ്റിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് നമുക്ക് ജപ്പാനിൽ നിന്ന് സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ ലോഞ്ച് ചെയ്ത് പലരും ചോദിച്ചു, ഈ ഒരു വെറൈറ്റി ഓഫ് കോഴ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു ഫീസ് ബ്രാക്കറ്റിൽ ഇവിടെ കേരളത്തിൽ കുട്ടികൾ പഠിക്കാൻ വരുമോ എന്നുള്ളത് അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ പറ്റി എന്നുള്ളതാണ് നമ്മുടെ മോഡൽ സക്സസ്ഫുൾ ആകുന്നതിന്റെ ഏറ്റവും ഒരു വാലിഡേഷൻ. നമുക്ക് കൂടുതലും സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് തന്നെ. അതെ, നമുക്ക് 90% സ്റ്റുഡൻസും കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഈ വർഷത്തെ അഡ്മിഷൻസ് നമുക്ക് ഒത്തിരി സ്റ്റേറ്റുകളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. റൈറ്റ് ഫ്രം മേഘാലയ മുതൽ നമുക്ക് രാജസ്ഥാൻ പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരെ നമുക്ക് ഈ വർഷം ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷത്തെ നമുക്കൊരു 90% സ്റ്റുഡൻസും കേരളത്തിൽ നിന്ന് തന്നെയാണ്. ജെയിൻ കൽപ്പിത സർവകലാശാലയ്ക്ക് അകത്തൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ കേരളത്തിൽ വ്യാപിക്കുന്ന രാസലഹരി പോലെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ നടത്തുന്ന സന്ധിയില്ലാ സമരത്തിന്റെ ഭാഗമായിട്ട് ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ അവർ ധാർമ്മികമായിട്ടും അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് പിന്തുണ നൽകുന്നു. പിന്തുണയ്ക്ക് എല്ലാവർക്കും നന്ദി.
അപ്പോൾ നമ്മളിപ്പോൾ വളരെ മനോഹരമായ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ചില പ്രദേശങ്ങൾ കാണാനായിട്ട് നടക്കുന്ന യാത്രയാണ്. എനിക്കിപ്പോൾ എസ് വിജയകുമാറുണ്ട്, കൃഷ്ണ ചെറിയാനുണ്ട്, അതുപോലെ ഡോക്ടർ ടോം ജോസഫ് ഉണ്ട്, ഇതിൻ്റെ ഡയറക്ടർ ന്യൂ ഇനിഷ്യേറ്റീവ്സ്, അതുപോലെ എൻ്റെ വൈസ് ചാൻസലർ ഡോക്ടർ ജയലളിതയുണ്ട്. അപ്പോൾ ഇത് പാർക്കല്ലേ? ആ, ഈ പാർക്കിനെ കുറിച്ച് പറയൂ. ആര് പറയും? ഇത് ഈ പാർക്കിന് പേരിട്ടിരിക്കുന്ന ഹൈഡ് പാർക്ക് എന്നാണ്. കാരണം ഇത് ലണ്ടനിൽ ഒരു ഹൈഡ് പാർക്ക് ഉണ്ട്. നമ്മുടെ വി കെ കൃഷ്ണമേനോൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആളുകൾ പ്രസംഗിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഒരു ഐഡിയേഷനും അല്ലെങ്കിൽ ആക്റ്റീവ് ഡിസ്കഷനും അതുപോലെ തന്നെ ഡെലിബറേറ്റീവ് അല്ലെങ്കിൽ ഒത്തിരി കോൺവെർസേഷന് വേദിയായിട്ടുള്ള സ്ഥലമാണ് ഹൈഡ് പാർക്ക്. ഇപ്പോഴും അത് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയ പ്ലേസ് ആണ്. അതിന് വളരെ അവർക്ക് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ ഹൈഡ് പാർക്കിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. സസ്റ്റൈനബിലിറ്റി ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പം അതിനെ ഡെപിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസും നോക്കിയാൽ അറിയാം സസ്റ്റൈനബിലിറ്റിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഹൈഡ് പാർക്കിൽ നിന്ന് തന്നെ ഇതുണ്ട്. പിന്നെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഓപ്പൺ ഡോർ ക്ലാസ് റൂംസ് അതുപോലെ തന്നെ ഡിസ്കഷൻ ഫോറംസ് ഒക്കെ നടക്കാനും കുട്ടികളെ നേച്ചറുമായിട്ട് കുറച്ചും കൂടെ അടുപ്പിക്കാനും കൂടെയാണ് ഇത് നമ്മുടെ ചെറിയ ക്ലാസ് റൂംസ് അല്ലെങ്കിൽ ചെറിയ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിന് പുറത്ത് നടത്തുന്നത്. ഞങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ ഒരു ഇനിഷ്യേറ്റീവ്, ഞങ്ങളൊരു ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം അതായത് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഓരോ കമ്പാർട്ട്മെന്റലൈസ്ഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഡിസൈൻ ആണെങ്കിൽ ഡിസൈൻ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, സയൻസ് ആണെങ്കിൽ സയൻസ്. ഇപ്പം അങ്ങനെയല്ലാതെ സ്റ്റുഡൻസിനെ മിക്സ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരൊരു പ്രോജക്റ്റ് കൊണ്ടുവരും. അപ്പോൾ ആ പ്രോജക്റ്റിൽ ഒരു ഐഡിയ വേണം, പിന്നെ ഡിസൈൻ വേണം, പിന്നെ പ്രൊമോഷൻ വേണം. അപ്പം ബിസിനസ് പീപ്പിൾ ഉണ്ടാവും, ഡിസൈൻ പീപ്പിൾ ഉണ്ടാവും, എഞ്ചിനീയറിംഗ് പീപ്പിൾ ഉണ്ടാവും, സയൻസ് അതിൻ്റെ ബേസിക്സ് അറിയണമെങ്കിൽ സയൻസ് വേണം. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. മിക്ക ഗ്രൂപ്പ്സും ഇവിടെ വന്നാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു അങ്ങനെ വയനാട്ടിലൂടെയാണ് ആദ്യം പരീക്ഷിച്ചത്. അതേ മരിച്ചുപോയി. അല്ല, അതിനുശേഷം ഒരു ക്യാമ്പസിൽ ഏർമാടം കൊണ്ടുവന്ന ഒരു പക്ഷേ വാഴക്കുളത്തെ ഡോക്ടർ ടോം ജോസഫ്. അല്ല, കുട്ടികൾക്കും മാൻ ഓഫ് ഐഡിയാസ്. സ്പീഡിലാണ് ഐഡിയാസ് വരുന്നത്. ഇന്നൊരു ഐഡിയ വന്നു, അത് നമ്മൾ ഒരുവിധമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ നിൽക്കുമ്പോൾ ഇത് കോളേജിനകത്താണ്, ക്യാമ്പസിനകത്താണെന്ന് തോന്നുന്നില്ലല്ലോ. പരീക്ഷ കൺട്രോളർ ഇതിനകത്ത് വല്ല റോളും നമ്മളൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുക്കുക. വയസ്സായപ്പോ ഇതൊക്കെ ഒരു എൻജോയ് ചെയ്യാനുള്ള ഞങ്ങളിപ്പോ മോർ യങ്. ടീം വളരെ വൈബ്രന്റ് ആണ്. കാരണം ഇപ്പം ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഞങ്ങളുള്ളത്. പ്രായം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്പീഡും അല്ലെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെ നമ്മുടെ പ്രൊവാക്റ്റീവ്നെസ്, അതാണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൈവറ്റോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ കം ടു ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അത് നമ്മൾ വളരെ സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. ഈ ക്രിസ്ത്യനൊക്കെയായിരിക്കും കുറച്ചുകൂടെ അക്കാഡമിക്കലായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. ഞാൻ ചോദിക്കാം, ഞാൻ കുറച്ചൊരു പള്ളിക്കൂടത്തിൽ കുറച്ചാലും പഠിച്ചിട്ടുണ്ട് കോളേജിൽ. അപ്പോൾ ഈ നമ്മുടെ ഒരു അക്കാഡമിക് വിഷൻ എന്താണ് ഈ കാര്യം? അക്കാഡമിക് വിഷൻ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ടീച്ച് ചെയ്യായിരുന്നു. ഇപ്പം നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് ലേൺ ചെയ്യണം എന്നാണ്. അതിൻ്റെ തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇവർ ഒരു അറിവോടുകൂടി തന്നെയാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പം നമ്മൾ ആ അറിവിനെ കൂട്ടാനായിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ടീച്ച് ചെയ്യണ്ട എന്നുവെച്ചാൽ പണ്ട് നമ്മൾ വേർഡ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ എനേബിളർ എന്ന് പറയുന്ന ഒരു വേർഡ്. പിന്നെ ഒരു വൈഡർ വിഷൻ എന്ന് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയെ പറയുന്നത്. അത് ടോമാണ് ആ ഒരു പേരിട്ടിരിക്കുന്നത്, പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. അതായത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പണ്ട് ക്വിസാറ്റിലിരുന്നപ്പോൾ ഞാൻ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നടത്തിയത്. ആളുകളെ കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റിയിൽ എന്താണെന്നുള്ളത് ഒക്കെ കാണിച്ചു കൊടുത്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആളുകൾക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടിയാണ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളവരെ നമ്മൾ പറയാറില്ല. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് ഇവിടുത്തെ യങ് ജനറേഷൻ പോകുന്നു
അപ്പൊ അവരെ തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇപ്പൊ അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ. പക്ഷെ കോഴ്സിനപ്പുറത്തേക്ക് അത് കഴിയുന്നവർക്ക് അവരുടെ കരിയർ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പ്ലേസ്മെന്റ് ഒരു ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ് അവര് ഓൺടർപ്രണേഴ്സ് ആക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പിസ ഉണ്ടാക്കുന്ന പോലെയാണ് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം സാറിന് വേണ്ട പിസയ്ക്കകത്ത് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോർപ്പറേറ്റിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ, അതാണ് മാം പറഞ്ഞ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ കാരണം സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ ക്യാമ്പസിൽ നിന്ന് കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംശയം മാറിയിട്ടില്ല. അല്ല, എന്റർപ്രണറിയൽ അതൊരു ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. അതിലും നമ്മുടെ മലയാളികൾ പണ്ട് പുറകിലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു അങ്ങനെ ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടാക്കണമല്ലോ. ഉറപ്പായിട്ടും പറഞ്ഞില്ലേ TDPCL എന്ന് പറഞ്ഞ നമ്മളൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ടുണ്ട്. അപ്പൊ ഈ പല ഡിസിപ്ലിനിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ആക്കിയിരിക്കുക. അപ്പൊ തൊട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഐഡിയ ഒരാൾ കൊണ്ടുവരും. ആ ഐഡിയ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കും. അതിനെ എങ്ങനെ ബിസിനസ് ആക്കണം എന്ന് ആലോചിക്കും. എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഒരു പ്രോട്ടോടൈപ്പ് എങ്കിലും അവിടുന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ആ കോഴ്സിന്റെ ഉദ്ദേശം. അപ്പോൾ തന്നെ ഒരു ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ് അവിടെ സംജാതമാവുകയാണ്. അത് കണ്ടു. ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾ മാത്രമല്ല, എല്ലാവർക്കും ഒരു ഓൺടർപ്രണറിയൽ സ്കിൽ സെറ്റ് ഡെവലപ്ഡ് ആവണം എന്നുള്ളതാണ് നമ്മൾ വിഷയം ചെയ്യുന്നത്. കാരണം ഒരു എവിടെ ജോലിക്ക് പോയാലും അല്ലെങ്കിൽ എന്ത് പ്രൊഫഷൻ എടുത്താലും ഒരു ഓൺടർപ്രണറിയൽ ആസ് എ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യണം എന്നൊരു വിഷനോടെയാണ് നമ്മുടെ കോഴ്സുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ഈ കോഴ്സ് ഡിസൈനേക്കാൾ ഉപരി നമ്മുടെ ദ വേ വി കണ്ടക്ട് വി ഡെലിവർ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. കാരണം ഈ കോഴ്സ് എല്ലാവർക്കും പഠിപ്പിക്കാം. എല്ലാവരും ഇപ്പം നിങ്ങളുടെ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ കോളേജിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെലിവർ ചെയ്യുന്ന രീതിയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം നമ്മുടെ അപ്രോച്ച് നമ്മളത് എങ്ങനെ ഡെലിവർ ചെയ്യുന്നു, അതെങ്ങനെ റിസീവ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ടീച്ചേഴ്സിനെ ചലഞ്ച് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ റിസീവ് ചെയ്യുന്ന വിസ്റ്റത്തെ ചലഞ്ച് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരിക്കും ഒരുപക്ഷെ ജെയിൻ എന്ന് പറയാം. എല്ലാ ദിവസവും ഇപ്പോൾ ഓരോ പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ കുട്ടികളെ ഇങ്ങനെ എൻഗേജ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവര് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിയുന്നതിനുപരിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണോ ഉദ്ദേശിച്ചത്? അത് ഉറപ്പായിട്ട് എഫക്റ്റീവ് എൻഗേജ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് നമ്മൾ ഇപ്പം ഈ ലഹരി അതുപോലുള്ള ഡ്രഗ്സ് യൂസേജ് അതിനൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ, അത് മാത്രമല്ല സ്റ്റുഡൻസിന് അവരുടെ ആ എനർജി എന്തൂസിയാസം കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം വരുമ്പോൾ ഉള്ള ഫ്രഷ്നെസ് ഒരു മാസം കഴിയുമ്പോഴേ പോകും. പിന്നെ പിള്ളേർ പല എസ്പെഷ്യലി കൊച്ചി ആസ് എ സിറ്റി, കാക്കനാട് അതിന്റെ ഒരു ഹബ്ബ, കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന എല്ലാം വർക്കിംഗ് ക്ലാസ് ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ വളരെ ഈ എനർജി എന്തൂസിയാസവും 3 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഓരോ ആക്ടിവിറ്റികളെ കുട്ടികൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ചെയ്തപ്പോൾ അതിന്റെ ഡേ 1 മുതൽ പ്ലാനിങ് മുതൽ അത് എക്സിക്യൂട്ട് ചെയ്തവരെ എല്ലാം കംപ്ലീറ്റ് ഒരു ലേണിംഗ് പ്രോസസ് സ്റ്റുഡൻസിനുണ്ടായി, ഈവൻ ഫ്രം ടീച്ചേഴ്സ് ഓൾസോ. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് നമ്മൾ ഈ ഓരോ ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ഓരോ ഇവന്റ്സിലൂടെയും നമ്മൾ ക്യാമ്പസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. വി ഡോണ്ട് ഹാവ് ടു ടേക്ക് അപ്രൂവൽ ഓർ സംതിങ്. ബീയിങ് ഡീംഡ് യൂണിവേഴ്സിറ്റി, മറ്റുള്ള കൺവെൻഷണൽ യൂണിവേഴ്സിറ്റിയിൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ സിലബസും എല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഡിസൈൻ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഗ്രീൻ ഹൈഡ്രജൻ ഒരു കോഴ്സ്, ഇപ്പം ഹൈഡ്രജൻ ഫ്യൂവലിനെ കുറിച്ചൊക്കെ നമ്മൾ ആക്റ്റീവ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പൊ സിയാലിലൊരു 5,000 crore ഇൻവെസ്റ്റ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ ഒരു കോളേജ് മാത്രമേ കോഴ്സ് കൊടുക്കുന്നുള്ളൂ. അതും കേരളത്തിൽ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രീൻ ഹൈഡ്രജന്റെ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഗ്രീൻ ഹൈഡ്രജനെ ഫോക്കസ് ചെയ്തൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകും. നമ്മൾ ഈ വർഷം നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സായിട്ട് റിന്യൂവബിൾ എനർജിയിൽ ഹൈഡ്രജൻ ഫോക്കസ് ചെയ്തൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചേഞ്ചസ് എപ്പോൾ ഇൻഡസ്ട്രി നടക്കുന്നത് പഠിക്കാൻ കുട്ടികൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ? അല്ല, കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓഫറിങ്സ് കൊടുക്കുവാണെങ്കിൽ അതാണ് കുട്ടികൾക്ക് വേണ്ടത്. ട്രഡീഷണൽ ഓഫറിങ്സ് കൊടുത്തിട്ട് അതുകൊണ്ട് കുട്ടികൾക്കും പ്രയോജനമില്ല, ഇൻഡസ്ട്രിക്കും പ്രയോജനമില്ല, സൊസൈറ്റിക്കും പ്രയോജനമില്ല. അപ്പം അവർക്ക് ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്ന് പറയും, എന്താണ് ഭാവിയിലുള്ള ജോബ് റോൾസ്, അതിനുവേണ്ടി അവരെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക എന്നൊരു വിഷനാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് അത് തന്നെയാണ്. നാളെ എന്ത് ജോബാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക.
പേര് ജ്യോത്സ്ന. എന്താ ചെയ്യുന്നത് ഇവിടെ? ഞാൻ ഇവിടുത്തെ ഡിസൈൻ ഇൻചാർജാണ്, ഡിസൈൻ സ്കൂൾ ഇൻചാർജ്. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൂടെ പറഞ്ഞ ഓപ്പറേഷൻസ് ഹെഡാണ്, സ്കൂൾ ഓഫ് ഡിസൈനിന്റെ ഓപ്പറേഷൻസ് ഹെഡാണ്. യൂണിവേഴ്സിറ്റി കാണ്ട് ഓപ്പറേറ്റ്. ഡിസൈൻ സ്കൂൾ കണ്ട് ഓപ്പറേറ്റ്. യൂണിവേഴ്സിറ്റി വിൽ വർക്ക്. അപ്പൊ ഇത് നമ്മുടെ ആർട്ട് സ്റ്റുഡിയോ ആണ് സർ. സോ ബേസിക്കലി നമുക്ക് നമ്മുടെ കരിക്കുലമിൽ ഇത് ഡിസൈൻ സ്കൂളാണല്ലോ, ആർട്ട് ആൻഡ് ഡിസൈൻ ആണ്. സോ കരിക്കുലമിൽ വി ഹാവ് എ ആർട്ട് ഓൾസോ. അപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് എക്സ്പ്ലോർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ പെയിന്റ് ആവാം, പേപ്പർ ആവാം, ക്ലേ ആവാം. സോ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇസ് ഗെറ്റിംഗ് എക്സ്പ്ലോർഡ് ഹിയർ. സ്റ്റുഡൻസ് ഉണ്ടോ കാര്യമായിട്ട് പഠിക്കാൻ? സ്റ്റുഡൻസ് ഉണ്ട്, നല്ല ഡിമാൻഡാണ്. ഉണ്ടല്ലേ? കേരളത്തിൽ തന്നെ ഏറ്റവും പ്രീമിയം ഡിസൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നമ്മളാണ്. കേരളത്തിൽ നമുക്ക് വേറെ നമ്മളുമായിട്ട് നമ്മുടെ രീതിയിൽ സ്റ്റാൻഡേർഡിൽ കൊടുക്കുന്ന ഒരു പ്രൊവൈഡർ ഇല്ല. നമുക്ക് ഒത്തിരി ടേക്കേഴ്സ് ഉണ്ട് ഡിസൈന്. ഇതിന്റെ കോഴ്സിന്റെ ഇന്നോവേഷൻ ആക്ച്വലി സർ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഡിമാൻഡ് ദറ്റ് ഇസ് ഫാസ്റ്റ് മൂവിംഗ് ആണ് ഡിസൈൻ. ദറ്റ് ഇസ് എ ഡിമാൻഡ്, നമുക്ക് സപ്ലൈ ഇല്ല. പീപ്പിൾ ലൈക്ക് ദിസ് ഇഫ് ദേ ഡു എ ഡിസൈൻ കോഴ്സ് അറിഞ്ഞാലേ നമുക്ക് ആ സപ്ലൈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് കൈൻഡ് ഓഫ് കോഴ്സ് ഇസ് റിയലി ബൂമിങ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്. ഇഫ് ഇറ്റ് ഇസ് എ ഫിലിം കണ്ടന്റ്, ഇഫ് ഇറ്റ് ഇസ് എനി കണ്ടന്റ്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഗേ, fashion, UI, UX, everything is required now. If without design, nothing has happened. Everywhere is design. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഡിമാൻഡാണ്. നല്ല രീതിയിൽ പീപ്പിൾ ആർ ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആർ സ്റ്റേയിങ് ബാക്ക് ആൻഡ് വി ഹാവ് എ ഗുഡ് മൂവ്മെന്റ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ വല്ലതും പഠിച്ച വല്ല ജോലിയും കിട്ടി പോകും അല്ലേ? ഇതുണ്ടോ സർ, ആ മെറ്റീരിയൽ കണ്ടില്ല. ജ്യോത്സ്ന, യു ക്യാൻ സേ അബൌട്ട് ദ. So this is the fashion studio ആണ്. It's basically നമ്മുടെ ഫാഷൻ ഡിസൈൻ ഒരു ഫുൾ ടൈം ഡിസൈനിങ് കോഴ്സ് UG and PG കോഴ്സ് ഉണ്ട്. സോ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദേ എക്സ്പ്ലോർ ദി സസ്റ്റൈനബിലിറ്റി മെറ്റീരിയൽസ്. ഇതിപ്പോൾ ഒരു ഇവന്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇറ്റ്സ് ബേസിക് നത്തിങ് ബട്ട് പെപ്പ് ബോട്ടിലാണ്. പെപ്പ് ബോട്ടിൽ ഇത് ഫ്ലാറ്റൻ ചെയ്തിട്ട് ഇത് റാപ്പ് ചെയ്ത് നമ്മൾ ലിങ്ക് ചെയ്ത് ഒരു ഗൗൺ ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ്സ് ബേസിക്കലി എല്ലാ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഇസ് ഡൈ, പെയിന്റ്, കൈൻഡ് ഓഫ് ഗാർമെന്റ് യൂസ് ചെയ്യുന്നത്. So we have UG and ഇതൊക്കെ വെളിയിലോട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഇവിടെ? ഉറപ്പായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഇതിന് അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ ബിനാലയുടെ യൂണിവേഴ്സിറ്റി പാർട്ണറാണ്, കൊച്ചിൻ ബിനാലയുടെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്യൂച്ചർ സമ്മിറ്റിൽ തന്നെ നമ്മൾ സ്റ്റുഡന്റ് ബിനാലെ നമുക്ക് ഏകദേശം ഈ സമ്മിറ്റിൽ 1,00,000 ആളുകൾ സമ്മിറ്റ് വിസിറ്റ് ചെയ്തു. അതിൽ സ്റ്റുഡന്റ് ബിനാലെ വൺ ഓഫ് ദി കീ ഐറ്റം അല്ലെങ്കിൽ കീ നമ്മുടെ ഇവന്റിന്റെ ഒരു കീ പാർട്ടായിരുന്നു. അപ്പം സ്റ്റുഡന്റ് വോക്കുകൾ എക്സ്പോസ് ചെയ്യാനും അല്ലെങ്കിൽ അത് എക്സ്പിറ്റ് ചെയ്യാനുള്ള ഒരു വേദി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ വർക്ക് ഡിസൈൻ ഇൻക്യുബേഷൻ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുകയാണ്. കാരണം എങ്ങനെ ഡിസൈൻ ഇൻക്യുബേറ്റേഴ്സ് കേരളത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേരള ആസ് എ ക്രിയേറ്റീവ് എക്കോണമി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാലൻസ് എവിടെ നിന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത്, അതിന് നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കൊച്ചിയിലെ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. നമുക്കിപ്പം ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് നമുക്കിപ്പോൾ ഉണ്ട്. ഡോക്ടർ ടോം, ശരിക്കും ഈ ജെയിൻ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അർത്ഥം വയ്ക്കുന്നത്? ജെയിൻ മഴ വരുന്നെങ്കിലും നമ്മളത് മാനേജ് ചെയ്യും, കുഴപ്പമില്ല. നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു പ്ലേസ്, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്പേസ്, ഒത്തിരി ലേണിങ്ങും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആളുകളെ കണ്ടുമുട്ടാനും മീറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റിയൊരു പ്ലേസ്. അതാണ് നമ്മളൊരു പുതിയൊരു ക്യാമ്പസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ പണ്ട് പഠിക്കാൻ അറിവ് നേടാൻ ഇപ്പോൾ എല്ലാവർക്കും ഡിവൈസുകളുണ്ട്, അറിവ് ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, ഫ്യൂച്ചർ ജോബ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടി ഒരു പ്ലേസ് ആണ് ജെയിൻ. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. കേരളത്തിലെ മറ്റൊരു ക്യാമ്പസിലും കാണാത്ത കുറേ പ്രത്യേകതകൾ ഞങ്ങളിവിടെ ചുറ്റിയടച്ചപ്പോൾ കണ്ടു. അപ്പോൾ ശരിക്കും ഫാഷൻ ടെക്നോളജി ആയാലും ഇതുപോലുള്ള പുതിയ പ്രൊഫഷണൽ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും ചില നൂതന ആശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ പ്രൊഫഷണൽ കുട്ടികളെ ഉണ്ടാക്കുക, അതോ മറ്റെന്തെങ്കിലും ദർശനമാണോ അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫി? എന്താണ് ഇതിൽ? അതിൻ്റെ ഫിലോസഫി വളരെ ക്ലിയർ ആണ്. കുട്ടികളെ ഫ്യൂച്ചർ ജോബ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യുക, അത് ഡെലിവർ ചെയ്യുന്ന രീതിയിലും നമ്മളെടുക്കുന്ന അപ്രോച്ചിലും വളരെ എഫക്റ്റീവായിട്ട് അവർ എൻഗേജ് ചെയ്ത്
ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ചെയ്ത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ കോഴ്സുകളും നമ്മൾ ഡെലിവർ ചെയ്യുന്ന രീതിയുടെയും പ്രത്യേകത. അപ്പം ഇതിനൊരു ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ റെഡിയാക്കി ഗ്രാജുവേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരായിട്ട് ഞങ്ങൾ നടത്തിയൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിക്കാൻ പോവുകയാണോ എന്നൊക്കെ സംശയം തോന്നിയിട്ടുള്ള ആളുകൾ ഇത് അവസാനിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ജെയിൻ യൂണിവേഴ്സിറ്റിയിലും വരുന്നു, നമ്മളിത് അവസാനിപ്പിക്കുന്നില്ല. കാരണം ഈ രാസലഹരി പൂർണ്ണമായും കേരളത്തിൽ തുടച്ചു മാറ്റുന്നവരെ നമ്മൾ ഈ പോരാട്ട രംഗത്ത് ഉണ്ടാകും. അപ്പോൾ ഈ ശരിക്കും ഏതാണ്ട് 1000-ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയധികം കുട്ടികൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ഇങ്ങനെയുള്ള, അതായത് വേറെ പറഞ്ഞ ഞങ്ങളുടെ വാർത്താ മുറിയിലേക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ രാസലഹരി ഉപയോഗിച്ച ആൾക്കാരുടെ വാർത്തകളൊന്നും വരാതിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ഡിക്ലറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അത് ഒത്തിരി ക്യാമ്പസുകൾ, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡ്രഗ്സിനെതിരെ റാൻഡമായിട്ട് ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെയൊരു പ്രോസസ്സ് മാൻഡേറ്ററി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ആർജവത്വം കാണിച്ച ആദ്യത്തെ കലാലയമാണ് നമ്മളതിൻ്റെ നമ്മുടെ പോളിസി വളരെ ക്ലിയർ ആണ്. വളരെ ലൗഡ് നോയ്സിൽ അല്ലെങ്കിൽ ലൗഡ് സ്റ്റാൻഡാണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത്. സേ നോ ടു ഡ്രഗ്സ്, അതിനൊരു 0 ടോളറൻസ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അപ്രോച്ച്, അല്ലെങ്കിൽ നമ്മുടെ വിഷനും നമ്മുടെ പോളിസി. എന്തായാലും ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് മാത്രമല്ല, നമുക്ക് ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. കാര്യം കേരളം പോലൊരു നല്ല സംസ്ഥാനത്ത് രാസലഹരിയുടെ വ്യാപനം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു സതുദ്ദേശം നിറഞ്ഞ യാത്രയ്ക്കും അതിനകത്തുള്ള നമ്മൾ നടത്തുന്ന പോരാട്ടത്തിനുമൊക്കെ താങ്കൾ നൽകുന്ന സപ്പോർട്ടിനും അതേപോലെ ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി നൽകുന്ന സഹായത്തിനുമൊക്കെ വളരെ നന്ദി. താങ്ക് യു. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികളെ കൂടി ഒന്ന് അഡ്രസ് ചെയ്യും. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അത്യാവശ്യം ഇവിടെ മഴ പെയ്യുകയാണ്, എനിക്കറിയാം. എന്നാലും നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, കേരളത്തിൽ 30 ദിവസം നീണ്ടുപോയ ഒരു യാത്ര നടത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്കൊപ്പം നമ്മുടെ കൃഷ്ണ ചെറിയാനുണ്ട്, എസ് വിജയകുമാറുണ്ട്, വലിയൊരു വാർത്താ സംഘമുണ്ട്. ഞങ്ങൾ ഏതാണ്ട് ഒരു 10-60 ആൾക്കാർ നടത്തിയ ഒരു കേരളത്തിലുടനീളം നടത്തിയ 14 ജില്ലകളിൽ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു അത്. അപ്പം നിങ്ങളോട് വളരെ ചുരുക്കി പറഞ്ഞാൽ, ഈ മഴയൊക്കെ പെയ്തു കയറുന്ന ഒരു സമയത്ത് വളരെ ചുരുക്കിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും ഇതെന്നാണ്. എന്നാൽ ഈ പല ക്യാമ്പസിലൂടെയും മറ്റുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സ്വാധീനിക്കാത്ത പ്രദേശങ്ങൾ കേരളത്തിൽ കുറവാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ രാസലഹരിയുടെ ലഭ്യതയുണ്ട്. മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികൾ തന്നെ ഒരുപാട് രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ കുട്ടികളെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ യങ് ജനറേഷനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. അത് നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം റെയ്ഡൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് ചില ഗുണമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2 വാക്ക് പറയാൻ എസ് വിജയകുമാറിനെ ക്ഷണിക്കാം. നമസ്കാരം. SKN തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയുടെ അനുഭവങ്ങൾ ഇപ്പോൾ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു SKN അദ്ദേഹത്തിന്റെ ഏതാണ്ട് 30-32 ദിവസത്തെ യാത്ര, അതിന്റെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി പറയാനുള്ള അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഈ യാത്ര തിരുവനന്തപുരത്തും തുടങ്ങുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ കരുതിയിരുന്നില്ല ഇത്രയും സങ്കീർണമാണ് നമ്മളുടെ നാട്ടിലെ സാഹചര്യം എന്നത്. പക്ഷേ ഓരോ ദിവസവും ഓരോ ജില്ലകളിലൂടെ, അതിലെ ഭൂരിപക്ഷം കോളേജുകളിലൂടെ, സ്കൂളുകളിലൂടെ ഒക്കെ ഈ അവധിക്കാലത്താണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്തു. ആ യാത്രയിൽ ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതായിരുന്നു. അത് കേവലം എനിക്ക് തോന്നുന്നത് തുടർച്ചയായി എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും ആ അനുഭവങ്ങൾ തീരില്ല. അപ്പോൾ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു ഈ യാത്ര. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ നമ്മൾ ജാഗ്രത മതി, ഒട്ടും ഭയപ്പെടേണ്ട എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഭയപ്പെടണം, നമ്മൾ നന്നായി ഭയപ്പെടേണ്ട സാഹചര്യം നമ്മളുടെ ചുറ്റുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ യാത്രയിലെ നമ്മളുടെ അനുഭവങ്ങളൊക്കെ തന്നെ. എങ്ങനെ നമ്മുടെ ഈ അടുത്ത ജനറേഷനെ ഈ രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്നത് ഒരുപക്ഷെ ബോധവൽക്കരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗത്ത് ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ബോധവൽക്കരണം അതൊരു ക്യാമ്പയിനായി എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളുടെ ഓഫീസിൽ പറയുകയായിരുന്നു, ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ അതിന്റെ ഉദ്ഘാടനത്തിന് 24-ൽ നിന്ന് SKN വരുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും അയക്കുമോ എന്ന് ആളുകൾ ഇങ്ങനെ നിരന്തരമായി നമ്മളുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താഴെ തട്ടിലേക്ക് ഈ മെസ്സേജ് എത്തി എന്നതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ആ സന്ദേശം താഴെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഈ യാത്ര ഏതാണ്ട് 30-32 ദിവസം നീണ്ടുനിന്ന യാത്ര വിജയിക്കുകയും ചെയ്തു. സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊക്കെ യാത്ര നടത്താറുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ അണികളെ സജ്ജരാക്കാൻ വേണ്ടി, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര. ഇത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു അജണ്ട ഇല്ലാതെ ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ച്, എന്ന് വെച്ചാൽ ഇതിനെതിരായ
ഒരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്, അത്തരമൊരു യാത്ര ഒരുപക്ഷെ ഇനി കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു യാത്ര ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. SKN അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന ജീവിതം തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ട് കഴിയുകയാണ്. അപ്പൊ 4 പതിറ്റാണ്ട് ഏതാണ്ട് സാർത്ഥകമായ മാധ്യമ പ്രവർത്തനം നടത്തി കഴിഞ്ഞ യഥാർത്ഥത്തിൽ ഞങ്ങൾ അതേ സഹപ്രവർത്തകരൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോ സെലിബ്രേഷൻ വേണ്ട, ഇത് ഇത്തരം ഒരു യാത്ര ഒരു ആഘോഷിക്കേണ്ട സമയമല്ല. നമ്മളുടെ മുന്നിൽ നമ്മൾ കാണുന്ന നമ്മൾ കേൾക്കുന്ന പ്രശ്നങ്ങൾ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. അതിനെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു ബോധവൽക്കരണ യാത്രയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചത് അദ്ദേഹം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുകയും നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ തീരുമാനിക്കുകയും അങ്ങനെ യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തത്. നമ്മൾ യാത്രയുടെ തുടക്കം ഉദ്ഘാടനം ചെയ്തതിന്റെ ആദ്യത്തെ ദിവസം ശംഖുമുഖത്താണ് രാവിലെ എത്തിയത്. ശംഖുമുഖത്ത് എത്തിയപ്പോൾ തന്നെ നമ്മൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ശംഖുമുഖം അവിടെ എന്താണ് നമ്മളുടെ അവിടെ ഒരു ബീച്ചുണ്ട്, മനോഹരമായ ഒരു പാർക്കുണ്ട്, മനോഹരമായ ഒരു പാർക്ക്. അത് സുനാമി ഉണ്ടായതിനു ശേഷം അതിനുശേഷം അവരവിടെ ഉണ്ടാക്കിയ ഒരു പാർക്കാണ്. ആ പാർക്കിൽ മനുഷ്യർക്ക് പോയിരിക്കാൻ പറ്റുന്നില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ ലഹരി സംഘങ്ങൾ അവരുടെ വിൽപ്പനയ്ക്കുള്ള ഒരു കേന്ദ്രമായി ആ പാർക്കിനെ മാറ്റിയെടുത്തു. അത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കാസർഗോഡ് വരെ വന്ന എല്ലാ സ്ഥലത്തും സമാനമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പല കോളേജുകളിലും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥി പ്രവർത്തികളും ഞങ്ങളോട് പറയാതെ പറഞ്ഞത് ഈ കോളേജിൽ ഇതുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ അത്തരം സ്ഥലങ്ങളിൽ ഇപ്പൊ പോലീസിന് പരിശോധന നടത്തുന്നതിന് ആരുടെയും അനുവാദം വേണ്ട, പോലീസ് നടത്തും. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഇനി ഉണ്ടാകണം, അത് ശക്തമായി നടക്കണം. ബോധവൽക്കരണം എന്നത് നടക്കുന്നുണ്ട്, പാരലലായി സന്നദ്ധ സംഘടനകളൊക്കെ അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇനി വേണ്ടത് എൻഫോഴ്സ്മെന്റ് ആണ്. അതിന് ഈ പറയുന്ന സംവിധാനങ്ങൾ സജ്ജമാകണം. ഇനി ആ സംവിധാനങ്ങൾ സജ്ജമായില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. ഞങ്ങൾ ഈ യാത്ര ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഈ യാത്രയിലെ കണ്ടെത്തിയ അനുഭവങ്ങൾ, വിവരങ്ങൾ സർക്കാരിന് കൈമാറുന്നുണ്ട്. ഒരു പുസ്തക രൂപത്തിൽ തന്നെയാണ് ഞങ്ങളത് കൈമാറുന്നത്. അതിൽ പുറത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഭാഗവും മറ്റൊന്നൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ. ഞങ്ങൾ ബാവലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ 1 മണിക്കൂർ ഇത്രയും ആളെ കൂട്ടി ഇവിടെ നിന്നത് നന്നായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ കച്ചവടം വേറൊരു വഴിയിലൂടെ നടത്താൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ കടത്ത് നടത്താൻ കഴിഞ്ഞു എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അത്ഭുതത്തോടെയാണ് കേട്ടത്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഞങ്ങളുടെ റിസർച്ച് ടീമിലെ ഞങ്ങളുടെ അംഗം പറഞ്ഞത്, ഒരു കുട്ടിയെ ആ വഴിയിൽ കണ്ടു യാത്രക്കിടയിൽ. ഒരു പെൺകുട്ടിയാണ്, +2 കഴിഞ്ഞ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുകയാണ് കോഴിക്കോട്. ആ കുട്ടി കാരിയറാണ്. ആ കുട്ടി സമ്മതിച്ചു, ഞാൻ കാരിയർ ഇത് വിൽക്കുന്നുണ്ട്, എനിക്ക് 2000 രൂപ കിട്ടും ഒരു പാക്കറ്റ് വിൽക്കുമ്പോൾ. ആ കുട്ടിക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയത്തേ ഇല്ല. 2000 രൂപ കിട്ടും. അതിൽ ആ കുട്ടിക്ക് 2000 രൂപ കിട്ടില്ല, ആ കുട്ടിക്ക് 1000 രൂപയാണ് കൊടുക്കുന്നത്. 2000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു എന്ന് മാത്രമേ ആ കുട്ടിക്ക് അറിയുള്ളൂ. വളരെ സാധാരണ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കുട്ടിയാണ്. അതിന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം ഈ പറയുന്ന ലഹരി സംഘങ്ങൾ മിസ്യൂസ് ചെയ്യണം. അപ്പോൾ ആ കുട്ടിയോട് ഞങ്ങളുടെ ഈ ടീമിലുള്ളവർ പറഞ്ഞത്, നിങ്ങൾ ഇത് പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ നിങ്ങൾ കേസിൽ പെടും എന്ന് ആ കുട്ടിയെ ഉപദേശിച്ചു. ഇപ്പൊ നമ്മളുടെ ആ കുട്ടിയിൽ നമുക്ക് പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ ആ കുട്ടിയുടെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അത് ഒരു കുട്ടിയാണ്. അപ്പൊ എത്രയോ കുട്ടികൾ ഈ നിലയിൽ നിന്ന് കാരിയർമാരായി ഈ വലയിൽ പെട്ടുപോകുന്നുണ്ട്. അവരൊരു പക്ഷേ ഇനിയിപ്പോ നാളെ അതിൽ നിന്ന് അവരെ എങ്ങനെ മുക്തരാക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ നിലയിൽ അവബോധം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഞങ്ങൾ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. ഇനി എൻഫോഴ്സ്മെന്റ് ആണ് വേണ്ടത്. അത് പോലീസ് അതിന് നടപടി എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഫോളോ അപ്പ് ഉണ്ടാകും. ഞങ്ങൾ ഈ ബാവലിയിലും കോഴിക്കോട്ടും ഒക്കെ കണ്ടത് ഉദാഹരണങ്ങൾ മാത്രമാണ്. എങ്ങനെ എത്രയോ കേസുകൾ. ഇപ്പോ ഇടുക്കിയിൽ ഒരു കോളേജ് ചെന്നപ്പോൾ ആ കോളേജിലെ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഒരു സ്ഥലത്ത് ഒത്തുചേരാറുണ്ട്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ പോയി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ കൈവശമൊക്കെ ഉള്ളത് ലഹരി വസ്തുക്കളാണ്. അപ്പോൾ നാട്ടുകാരെ ആ കുട്ടികൾ ഓടിച്ചു വിട്ടു, നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. അപ്പോൾ ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലീസ് വന്നപ്പോൾ അവരുടെ പലരുടെയും കയ്യിൽ നിന്ന് ഈ MDMA രാസലഹരി പിടികൂടി. മെത്തഫെറ്റമിൻ പോലെയുള്ള ഗുരുതരമായ എന്ന് വെച്ചാൽ വലിയ വിലപിടിപ്പുള്ള ഡ്രഗാണ് അവർ ഉപയോഗിക്കുന്നത്. എഫ്രിഡിൻ, മെത്തഫെറ്റമിൻ എന്നൊക്കെ പറയുന്ന, മെത്തെന്നൊക്കെ പറയുന്ന അത്രയും ലഹരി വസ്തുക്കൾ പോലും നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവൈലബിൾ ആണ് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അറിവായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഞെട്ടലുണ്ടാക്കുന്ന ധാരാളം വിവരങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇക്കാര്യങ്ങൾ ഞങ്ങൾ തുടർച്ചയായി ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. ഇനിയും അതിന് ഫോളോ അപ്പ് ഉണ്ടാകും. ഞങ്ങൾ സർക്കാരിനോട് ഇത് പറയുന്നുണ്ട്, ഇത്രയും ഗുരുതരമാണ് സാഹചര്യം എന്ന്. അപ്പോൾ ഈ പോരാട്ടത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. നമ്മളെല്ലാവരും ഈ പോരാട്ടത്തിൽ ഓരോ പോരാളികളായി, ഓരോ പടയാളികളായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് എല്ലാവരോടും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോരാട്ടം എന്നത് വലിയ ശത്രുവിനെതിരെയാണ്.
ആ വലിയ ശത്രുവിനെതിരെ ഇപ്പോൾ മാർപ്പാപ്പയുടെ ദേഹവിയോഗം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിലെ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകത്തെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു ലോകമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതെന്ന് അദ്ദേഹത്തിന്റെ അവസാന സന്ദേശത്തിലും പറയുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഈ ലോകത്തെ നല്ലൊരു ലോകമാക്കി നമുക്ക് കൈമാറിക്കൊണ്ടേയിരിക്കണം. നമ്മളിൽ അവസാനിക്കുന്നതല്ല, നമുക്ക് ഇത് നല്ല ലോകമായി നിലനിർത്തി കൂടുതൽ മെച്ചപ്പെട്ട ലോകമായി ഇതിനെ നിലനിർത്തണം. അപ്പോൾ ആ നിലയിൽ അതിന് ഏറ്റവും ശത്രു, ആ ലോകക്രമത്തിൽ ഏറ്റവും വലിയ ശത്രു നമ്മളുടെ മുന്നിലുള്ളത് ഈ രാസലഹരി തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് വലിയ ഇപ്പോൾ കൊളംബിയൻ കാർട്ടൽ, മെക്സിക്കൻ കാർട്ടൽ എന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജോലി എന്നാൽ ഈ ലഹരിക്ക് ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ 433 ബില്യൺ US$ ആണത്രേ ഓരോ വർഷത്തെയും വരുമാനം ലഹരി സംഘങ്ങളുടെ. അപ്പോൾ ഇങ്ങനെ ലാഭമുണ്ടാക്കുന്ന, നമ്മൾ ഒരു ഒന്നെഴുതി 0 ഇട്ടാൽ അവസാനിക്കാത്ത തരത്തിൽ ലാഭമുണ്ടാക്കുന്ന വലിയ ബിസിനസ്സാണിത്. അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് നമ്മളൊക്കെ അങ്ങേറ്റം ദുർബല ശബ്ദമാണ്. പക്ഷെ എങ്കിലും നമ്മൾ എല്ലാവരുടെയും ശബ്ദം ചേരുമ്പോൾ അത് ഒരു വലിയ മുന്നേറ്റമാകും. അതാണ് ഞങ്ങൾ ഈ യാത്രയിൽ ചെയ്തത്. കോഴിക്കോട്ട് ഞങ്ങളുടെ അവസാന ദിവസം ഈ 1,00,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ പരിപാടി നടന്നു. അതൊക്കെ ഒരു വലിയ മുന്നറിയിപ്പായി ഞങ്ങൾ കാണുന്നു. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ആ പോരാട്ടത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉറപ്പായിട്ടും നമ്മുടെ ക്യാമ്പസിൽ വന്ന SKN40 എന്ന് പറയുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരെ സാറ് നടത്തിയ ഈ ധീരമായ പോരാട്ടം വളരെ വിജയകരമായി എന്ന് അറിയുന്നതിൽ അധിക സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇത് ഞങ്ങൾ നൽകുന്നു. ഒരു കലാലയം എന്ന നിലയിൽ പോപ്പിന്റെ വാക്ക് പറഞ്ഞതുപോലെ ഞങ്ങളുടെയും ഒരു വിഷൻ എന്ന് പറയുന്നത് കേരളത്തെ എങ്ങനെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവ് ആയിട്ട് എലവേറ്റ് ചെയ്യാം. അത് വിദ്യാഭ്യാസത്തിലൂടെ, ഓൺടർപ്രണർഷിപ്പിലൂടെ, യൂത്ത് എംപവർമെന്റിലൂടെ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റികളിലൂടെ എങ്ങനെ കേരളത്തെ നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വൈഡർ വിഷൻ. ആ വിഷനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ആക്ടിവിറ്റീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതിനെതിരെ പോരാടാം. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അതുപോലെ ഞങ്ങളെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്നതിനും കുട്ടികളോട് സംസാരിച്ചതിനും നന്ദിയും പറയുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് മക്കളെ. ഒരു എനർജി ഇല്ലാത്ത ഗുഡ് ഈവനിങ് ആണല്ലോ. ജയിലിലെ കുട്ടികൾ ഇങ്ങനെയാണോ? ഗുഡ് ഈവനിങ്. ഓക്കെ, നിങ്ങൾ ഈ തെരേസിയൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ ജയിനിലെ കുട്ടികൾ നിങ്ങളെ തന്നെ വിളിക്കുന്നത് എന്താ? ജെയിനൈറ്റ്സ്. അപ്പൊ ജെയിനൈറ്റ്സിന്റെ എനർജിയിൽ ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞേ. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മുടെ മരത്തിന്റെ മൂട്ടിലും കുറെ പേര് ഇരിക്കുന്നത് ഞാൻ കണ്ടു. പണ്ട് നമ്മൾ മരത്തിന്റെ മുകളിൽ നിന്ന് വന്ന് താഴെ മരത്തിന്റെ മൂട്ടിലെത്തിയെന്നാണ് ചാൾസ് ഡാർവിൻ പറയുന്നത്. 5 സെന്റൻസിനകത്ത് ഞാൻ പറയാം. ഈ നിൽക്കുന്ന SKN 40 വർഷം പൂർത്തിയാക്കി. അദ്ദേഹം ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ആ 40 വർഷം പൂർത്തിയാക്കിയത് ഇത്രയും പോപ്പുലർ ആയതിന് പിന്നിൽ, ഇത്രയും യങ് ആയിരിക്കുന്നതിന് പിന്നിൽ അതാണ്. S. വിജയകുമാർ ഇതുവരെ ലഹരി ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ അതാണ്. ഞാനും ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ലഹരി ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്താ സാറേ ടോം സാറിനെ നോക്കി പിള്ളേരിച്ചിരിക്കുന്നത്? അപ്പൊ ടോം സാർ എന്തായാലും വാക്ക് തന്നിട്ടുണ്ട് ലഹരി ഉപയോഗിക്കില്ല എന്നല്ലേ സാർ? അതെ. അപ്പോ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്നത്, ലഹരി ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ലഹരി ഉപയോഗിക്കാതിരുന്നത് 6ാമത്തെ വയസ്സിൽ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്കാണ്. ഇന്ന് എന്റെ അമ്മ എന്റെ കൂടെ ഇല്ല, അമ്മ മരിച്ചുപോയി. പക്ഷെ ഇപ്പോഴും ഞാൻ മരിക്കുന്നത് വരെ ആ വാക്ക് പിന്തുടരും എന്ന ഉറപ്പിലാണ്. അപ്പോ ഇവരെല്ലാവരും അതുപോലെ ലെറ്റ്സ് മേക്ക് ദിസ് സ്റ്റേറ്റ് എ ബെറ്റർ പ്ലേസ് ഫോർ യു, ഫോർ മീ ആൻഡ് ഫോർ ദ എൻറ്റയർ ഹ്യൂമൻ റേസ്. താങ്ക് യു സോ മച്ച്. നമ്മൾ പരീക്ഷാ കൺട്രോൾ എവിടെ വെച്ച് കണ്ടു. ശരിക്കും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു സോഷ്യൽ മീഡിയ, അത് ശ്രീ SKNന്റെ നേതൃത്വത്തിൽ അദ്ദേഹം 40 വർഷം വളരെ മാതൃകാപരമായ മീഡിയ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്, മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ആശയം തോന്നിയതിൽ നമ്മൾക്കൊക്കെ സന്തോഷമുണ്ട്. ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തണമെന്നും ഇത് 10 മാസത്തിൽ കൂടുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അതിന്റെ പ്രചരണം നടത്തി എല്ലാ ക്യാമ്പസുകളിലൊക്കെ വന്ന് സന്ദർശിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ച അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും, വിജയകുമാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ടീമിനും, ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ വരാൻ ഉള്ള സന്മനസ് കാണിച്ചതിന് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പേരിലും ഡോക്ടർ ടോം ജോസഫിന്റെയും അതുപോലെ എല്ലാ ഫാക്കൽറ്റിയുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ ഞാൻ നിസ്സീയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
എന്തായാലും ഇവിടെ ഈ ക്യാമ്പസിൽ ഒരുപാട് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ ക്യാമ്പസിലും കേരളത്തിൽ ഇപ്പോൾ ഈ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യമാണ്. ശരിക്കും അഭൂതപൂർവമായ പ്രതികരണമാണ് നമ്മുടെ ഈ യാത്രയ്ക്ക് ലഭിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ നടന്നു എന്നതുകൊണ്ട് മാത്രമല്ല, നമ്മളെടുത്ത വിഷയം, അതിന്റെ തീവ്ര സ്വഭാവം, അത് കേരളത്തിലുണ്ടാക്കിയ ഇമ്പാക്ട്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഒരു ചുമതലയുണ്ട്. അപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മളെ ഒരുപാട് ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അപ്പോൾ പുതിയ ചെറുപ്പക്കാരികളാണ് നിങ്ങൾ. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ചുപയോഗിക്കണം. അത് ഒരു പളുങ്കുപാത്രം പോലെ തറയിൽ വീഴരുത്, പൊട്ടിപ്പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോളേജ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഗുഡ് ബൈ. നമ്മുടെ എമൗണ്ട് പറഞ്ഞില്ല, വിജയ ഇതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞത് ഇതൊരു സാധാരണ, ഇത് എസ്കെന്റെ കയ്യിൽ ഒരു കപ്പ് ഇരിക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ഇതൊരു സാധാരണ കപ്പല്ല കേട്ടോ. ഇതിന്റെ മോഹവില എന്ന് പറയുന്നത് ഒരു 350-400 കോടി രൂപ വരും. പക്ഷെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഒരു 300 രൂപ വരും, അല്ലേ? 340 രൂപ. അപ്പോ അതെ, അതൊരു ഓർമ്മയ്ക്കായി നമ്മൾ ഡയറക്ടറെ ഏൽപ്പിക്കുകയാണ്, അല്ലേ? അതെ, ഉറപ്പായും. ഏറ്റവും നന്നായിട്ട് പോരാടാൻ പറ്റുമെന്ന് ആത്മവിശ്വാസമുള്ള ആളുകൾക്കായിരിക്കും ഇനി കപ്പ് കൊടുക്കുക. ആണോ? ഇത് നോക്കിയേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടോ? ആത്മവിശ്വാസം ഉണ്ടാവും. വരൂ. ആത്മവിശ്വാസമല്ലേ? അവരുടെ ഒരു ഓക്കെ.